അജു തന്റെ മുഖമമർത്തി കരഞ്ഞുപോയി. അത് കണ്ടതും അത്രയും നേരം കരഞ്ഞുകൊണ്ടിരുന്ന അപ്പു ഒരു പിടച്ചിലോടെ സൂര്യനിൽ നിന്ന് അകന്നു മാറിക്കൊണ്ട് അജുവിന്റെ അടുത്തേക്ക് ചെന്ന് അവന്റെ മുമ്പിലായി മുട്ടുകുത്തിന്ന് അവന്റെ കയ്യിൽ പിടിച്ചു. കരഞ്ഞുപോയ അജുവും ബാക്കിയുള്ളവരുമെല്ലാം അത്ഭുതത്തോടെ അവളെ നോക്കുന്നുണ്ട്. എന്റെ ഏട്ടൻ കരയണ്ട. അവനെ ആശ്വസിപ്പിക്കാനാണ് പറയുന്നെങ്കിലും അവളുടെ കണ്ണുകളും തോരുന്നില്ല. അവന് എന്തു പറയണമെന്ന് പോലും അറിയാതെയായി. അവളെ ആരുമില്ലാത്തവളാക്കിയ തന്റെ കുടുംബമാണ്. വിങ്ങുന്ന മനസ്സോടെ അവളുടെ നെറുകിൽ മുഖമമർത്തി വെച്ചിരുന്നവൻ. രക്തമോ സ്വന്തമോ ഒന്നുമല്ല, താൻ മനസ്സ് നിറഞ്ഞു കൊടുത്ത സ്നേഹത്തിന്റെ പുണ്യമാണവൾ. സ്വന്തം ചോര തന്നെ ചതിക്കുമ്പോൾ, രക്തമാണെന്ന് അറയ്ക്കാതെ കൊള്ളുമ്പോൾ ഇവളീ കാണിക്കുന്ന സ്നേഹം, കരുതൽ. അജുവിന്റെ കണ്ണ് നിറഞ്ഞൊഴുകി. അവളുടെ നെറുകയെ നനച്ചു. ആർക്കും ഒരു നിമിഷമൊന്നും പറയാനില്ലായിരുന്നു. കുറച്ചധികം നേരമെടുത്തു അജു ഒന്ന് ഓക്കെ ആവാൻ. മുഖം അമർത്തി തുടച്ചുകൊണ്ട് അവളെ പിടിച്ച് അടുത്തിരുത്തിയവൻ നന്ദിയോടെ സൂര്യനെ നോക്കി. അവൻ തന്ന നിധിയാണ്. സൂര്യൻ അവനെ കണ്ണു ചിമ്മി കാണിച്ചു. പിന്നെ അവന്റെ നോട്ടം പോയത് അൻഷിലേക്കാണ്. എന്നത്തെയും പോലെ കുശുമ്പൊന്നുമില്ല ക്യാപ്റ്റന്. അത്ര വേഗം മനസ്സിലാവാത്ത സങ്കടമുണ്ട്. അതും തനിക്ക് വേണ്ടിയാണെന്ന് അജുവിന് അറിയാം. രുദ്രൻ അപ്പോഴും തലയും കുമ്പിട്ട് ഇരിപ്പാണ്. ഗൗരിയെ നോക്കിയതും അവളും കണ്ണു നിറച്ചിരിക്കുന്നു. അജു ഒന്ന് കണ്ണു ചിമ്മി കാണിച്ചു. പിന്നെ എന്തുണ്ടായി അൻഷ്? അജു വീണ്ടും ചോദിച്ചും അൻഷും സൂര്യനും ഒരുപോലെ അവനെ നോക്കി. ബാക്കി എന്തായാലും അറിഞ്ഞേ തീരുന്നൊരു വാശി അവന്റെ കണ്ണിൽ അവർ കണ്ടു. ആദ്യ വീഴുന്ന ആര്യന്റെ മുന്നിലേക്കാ. വീട്ടിലുള്ളവരെല്ലാം ചേർന്ന് ആദ്യ വേഗം ഹോസ്പിറ്റലിൽ എത്തിച്ചു. സൂര്യൻ അഡ്മിറ്റ് ചെയ്ത അതേ ഹോസ്പിറ്റലിൽ. ആദ്യയുടെ അവസ്ഥയിൽ സീതാലക്ഷ്മിക്ക് തെല്ലും കുറ്റബോധമോ സങ്കടമോ ഇല്ലെങ്കിൽ പോലും സൂര്യന്റെ അവസ്ഥ അവരെ തകർത്തിളഞ്ഞിരുന്നു. നടന്നോക്കെയും അവർ ഇന്ദ്രദത്തിനോട് പറഞ്ഞു. ഭാര്യയുടെ അമിതമായ സ്നേഹമുള്ള അയാൾ അവരുടെ തീരുമാനത്തിനൊപ്പം നിന്നു. അവരുടെ സ്ഥാനത്ത് അയാളാണെങ്കിലും ഇത് തന്നെ ആദ്യയോട് ചെയ്യുമായിരുന്നുള്ളൂ. അൻഷു പുച്ഛത്തോടെ ചുണ്ടുകൂട്ടി. അതിനിടയിൽ 1-2 മണിക്കൂറുകൾക്കുള്ളിൽ സൂര്യന് ബോധം വീണു. വലിയ ഇഞ്ചുറീസ് ഒന്നും ഇല്ലായിരുന്നു അവന്. പക്ഷേ തറയിടിച്ച് വീണുകൊണ്ട് ഒരു മെമ്മറി ലോസിന്റെ സാധ്യത ഡോക്ടർമാർ പറഞ്ഞു. ബോധം വീണപ്പോൾ അത് ഉറപ്പിക്കുന്ന പോലെയായിരുന്നു സൂര്യന്റെ അവസ്ഥ. സ്വന്തം പേര് പോലും അവന് ഓർമ്മയില്ല. അവിടെ മുതൽ സീതാലക്ഷ്മിക്ക് പുതിയ ആവശ്യം. ആദിക്ക് പകരം സൂര്യൻ അവർക്ക് മകനായി വേണമെന്ന്. ഇന്ദ്രൻ അതിനെ എതിർത്തു നോക്കിയെങ്കിലും അവരുടെ വാശി വിജയിച്ചു. ഹോസ്പിറ്റലിലെത്തി ഗായ്മയുടെ അങ്കിളിനോട് സൂര്യൻ മരിച്ചെന്നവർ പറഞ്ഞു. സൂര്യന്റെ ഓർഗൻ ഡൊണേറ്റ് ചെയ്യുന്നതിന് അവരെ കൊണ്ട് സമ്മതിപ്പിച്ചു. എല്ലാത്തിനോടുക്കും മുഖം തിരിച്ചറിയാൻ സാധിക്കാത്ത വിധം വികൃതമായൊരു ശരീരം സൂര്യനാരായണന്റെ പേരിൽ അവർക്ക് വിട്ടുകൊടുത്തു. തകർന്നുപോയ ആ പാവങ്ങളെ വളരെ ക്രൂരമായി തന്നെ ചതിച്ചു. അൻഷിന്റെ മുഖം ചുവന്ന് മുഷ്ടി ചുരുണ്ടു. സൂര്യന്റെ ഓർമ്മയിൽ അച്ഛനും അമ്മയും തന്നെ ആയിരുന്നു. അജുവിന് അവരോടൊന്നും പറയാനില്ലാതെയായി. എന്റെ ആദിയോടെ അൻഷ് അന്ന് അടക്കിയത്. എനിക്ക് അവനെ ഒന്ന് കാണണം. അജു പതിയെ പറഞ്ഞു. സൂര്യൻ എഴുന്നേറ്റ് അവന്റെ അടുത്തേക്ക് ചെന്നു. അജു, അന്ന് 4 പേർക്ക് ആരും ഓർഗൻസ് ഡൊണേറ്റ് ചെയ്തിരുന്നില്ല. MH ഹോസ്പിറ്റലിൽ നടക്കുന്ന തിരുമറികളിൽ ഒന്ന്. നീ എന്താ ആദ്യം പറയുന്നത്? എനിക്ക് അന്ന് ആദിയുടെ ഓർഗൻസ് ആർക്കും ഡൊണേറ്റ് ചെയ്തില്ല അജു. മാധവനും നിന്റെ അച്ഛനും മുത്തശ്ശനും ചേർന്ന് കളിച്ച കളിയാ. ആ 4 പേരുടെയും പേരൻസിൽ നിന്ന് ലക്ഷങ്ങൾ വാങ്ങിച്ചെടുക്കാനുള്ള ചതി. ഇതൊരിക്കലും ആരും അറിയാതിരിക്കാനാ ആ നേഴ്സിനെ കൊണ്ട് കള്ളം പറയിച്ച് എന്റെ അച്ഛനെ കൊണ്ട് തന്നെ ആ 4 പേരെ ഇല്ലാതാക്കിയത്. അവരില്ലാതായ ഓർഗൻസ് ട്രാൻസ്പ്ലാന്റ് ചെയ്തില്ലെന്ന് ആരും അറിയില്ലല്ലോ. അതിനുവേണ്ടി കളിച്ച കളി. സൂര്യൻ പറഞ്ഞിരുത്തിയതും അജവനെ ഞെട്ടിലൂടെ നോക്കിയിരുന്നു പോയി. ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുമോ എന്നൊരു അത്ഭുതം തോന്നിപ്പോയവന് ആ മരണങ്ങൾ അന്വേഷിക്കാൻ എത്തിയതാണ് അപ്പ. അവരുടെ ചതി പലതും അപ്പ കണ്ടുപിടിച്ചു. ആദിയായി ജീവിക്കുന്നത് അപ്പയുടെ സൂര്യനാണെന്ന്. ഇന്നൊന്ന് ചലിക്കാൻ പോലും കഴിയാതെ മകന്റെ ജീവനായവൻ എവിടെയോ അല്പപ്രാണനായി കിടക്കുന്നുണ്ടെന്ന്. ആദ്യപ്പോ ശ്വാസം പോലെ നേർന്നുപോയി അജുവിന്റെ ചോദ്യം. ആദ്യം മരിച്ചിട്ടില്ല അജു, അവൻ ജീവനോടെയുണ്ട്. അജുവിന്റെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് സൂര്യൻ പറഞ്ഞിരുത്തിയതും അജു ഞെട്ടലോടെ അവനെ പകച്ചു നോക്കി. അന്നത്തെ വീഴ്ചയിൽ ശരീരം തളർന്ന് ജീവമാത്രം അവശേഷിച്ച മകനെ ഇന്ദ്രദത്തിന് ഉപേക്ഷിക്കാനോ കൊല്ലാനോ മനസ്സ് വന്നില്ല. ആരും അറിയാതെ അവനെ അയാളുടെ ഉടമസ്ഥതയുള്ള ഒരു പ്രൈവറ്റ് ഐലൻഡിലേക്ക് മാറ്റി. അൻഷി വീണ്ടും പറഞ്ഞതും അജു നിറഞ്ഞ കണ്ണുകൾ തുടച്ചു മാറ്റാൻ പോലും മറന്നുകൊണ്ട് അവന് നോക്കി. കൂട്ടിനൊരു ഹോം നേഴ്സിനെ നിർത്തി പരിചരിച്ചു പോന്നു. അപ്പുവിന്റെ കണ്ണുകൾ നിറഞ്ഞതിനൊപ്പം ചുണ്ടുകൾ പുഞ്ചിരിച്ചു. അത്രയും സന്തോഷത്തോടെ അവൾ രുദ്രനെ നോക്കി. ഏട്ടന്റെ പ്രണയം ജീവനോടെ ഉണ്ടെന്നറിഞ്ഞ സന്തോഷം, സമാധാനം, അങ്ങനെ എന്തൊക്കെയോ. അജുവിനടുത്തുനിന്ന് രുദ്രന്റെ അടുത്തേക്ക് നടന്നവൾ മുഖം കുനിച്ചിരിക്കുന്ന ഏട്ടന്റെ തോളിൽ പതിയെ കൈവച്ചതും അവനൊന്ന് ഞെട്ടി. ചുവന്ന് കലങ്ങിയ കണ്ണുകളോടെ മുഖമുയർത്തി നോക്കിയതും നിറച്ചിരിയോടെ നിൽക്കുന്ന കുഞ്ഞു പെങ്ങളെ കാണെ അവന്റെ കവിളിനെ നനച്ചുകൊണ്ടൊരു തുള്ളി പെയ്തു. ഇതിനാ ഏട്ടൻ കരയുന്നേ? ആ ഏട്ടൻ നമുക്ക് ദൈവം തിരിച്ചു തന്നില്ലേ? കൈവച്ച് അവന്റെ കണ്ണ് തുടച്ചു കൊടുക്കുന്നതിനൊപ്പം സ്വന്തം കണ്ണുമുഖവും തുടക്കുന്നുണ്ട്. വല്ലാത്തൊരു നമ്പരത്തോടെ രുദ്രൻ അവളെ നെഞ്ചിലേക്ക് അടക്കി പിടിച്ചു. നമ്മുടെ അപ്പയും അമ്മയെല്ലാം മരിക്കാൻ ഞാനാ കാരണം. എന്നുള്ള ദേഷ്യം കൊണ്ട് അവര്. അപ്പേ, എന്റെ മോൾക്ക് ഇത്രയും വർഷം ആരുമില്ലാതെ കഴിയേണ്ടി വന്നു. ഒന്നിന്റെ പേരിൽ അവള് തന്നെ വിട്ടുപോരുന്നുള്ള സ്വാർത്ഥത തോന്നിപ്പോയവന് ഒപ്പം ഭീതിയും. അപ്പയുടെ അമ്മയുടെ ഒക്കെ കാര്യം പറഞ്ഞു കേട്ടതും അപ്പുവിന്റെ കണ്ണ് വീണ്ടും നിറഞ്ഞു.
എന്നാലും രുദ്രനിൽ നിന്ന് അകലാനോ വെറുതെ പോലും അവനെ കുറ്റപ്പെടുത്താൻ അവൾക്കായില്ല. ഏട്ടനെ വെറുക്കല്ലേ അപ്പു. രുദ്രൻ പതിയെ പറഞ്ഞതും അവന് നെഞ്ചിലേക്ക് മുഖം അമർത്തി വെച്ചൊന്ന് തേങ്ങിപ്പോയവൾ. സൂര്യനും അൻഷുവാജുവും ഗൗരിയും നേർത്തൊരു ചിരിയോടെ ഇരുവരെയും നോക്കി. ഏട്ടനെ വെറുക്കാനോ? ഞാൻ അതിനെനിക്ക് പറ്റുമോ? എന്റെ ഏട്ടനല്ലേ, അപ്പയെ പോലെയാ. എനിക്ക് ഓർമ്മയില്ലേലും ഏട്ടനെ അടുത്ത് നിൽക്കുമ്പോ ഒക്കെ തോന്നും അപ്പയാ കൂടെയെന്ന്. എണ്ണിപ്പെറുക്കിയാണെങ്കിൽ അവൾ ഓരോന്നും പറയുമ്പോൾ അവളുടെ മൂർത്താവിൽ മുഖം അമർത്തി വെച്ച് രുദ്രൻ. അപ്പ കയ്യിലേക്ക് വെച്ച് തന്ന പൊടിക്കുഞ്ഞു തന്നെയായിരുന്നു രുദ്രൻ ഇന്നും അവൾ. ഞാൻ ഏട്ടനോടപ്പോഴേ പറഞ്ഞില്ലേ നമ്മുടെ ഈ പൂച്ചക്കുട്ടിക്ക് ദേഷ്യപ്പെടാനും വെറുക്കാനൊന്നും കഴിയില്ലെന്ന്. ഇപ്പൊ ഏട്ടന് സന്തോഷമായില്ലേ? അൻഷൊരു ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവർക്കടുത്തായി ചെന്നിരുന്നു രുദ്രൻ അവനെ ചേർത്ത് പിടിച്ചു. പിന്നെ സൂര്യനെ നോക്കി. അവനും തന്നെ കിളിക്കുഞ്ഞിനെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് തന്നെ രുദ്രൻ അരികിലേക്ക് ഇരുന്നു. നാലുപേരും പിന്നെ ഒരുപോലെ തിരിഞ്ഞു നോക്കിയത് അജുവിനെയാണ്. നിറഞ്ഞ കണ്ണുകൾ ഷോൾഡർ ഉയർത്തി തുടച്ചു മാറ്റിക്കൊണ്ട് അവനെ അവരുടെ അടുത്തേക്ക് ചെന്നു. 5 പേരെ ഒരു ചിരിയോടെ നോക്കിക്കൊണ്ട് ഗൗരിയും. ആദിയോടെയാ? സന്തോഷം മാത്രം നിറഞ്ഞെന്ന നിമിഷങ്ങൾക്കൊപ്പം അജു തിരക്കിയതും അപ്പു അതേ ചോദ്യത്തോടെ അവനെ നോക്കി. വാ. എല്ലാവരെയും നോക്കി അൻഷ എഴുന്നേറ്റ് ചാരിയിട്ട വാതിലിന് നേരെ നടന്നു. പുറകെ ബാക്കിയുള്ളവരും. രുദ്രന്റെ കൈക്കുള്ളിൽ ഒതുങ്ങിയ തന്റെ കിളിക്കുഞ്ഞിനെ ചെറിയൊരു പരിഭവത്തോടെ തന്നെ സൂര്യൻ നോക്കിയതും അവനെ അമ്പരിപ്പിച്ചുകൊണ്ട് അവളുടെ ഇടത് കൈ അവന്റെ വലത് കൈയിൽ പിടുത്തമിട്ടു. തന്നെ നോക്കി പുഞ്ചിരിക്ക കൂടി ചെയ്തതും ഈ ലോകം പിടിച്ചടക്കിയ സന്തോഷം തോന്നിപ്പോയവന്. കുറഞ്ഞ സമയം കൊണ്ട് അവൾക്ക് ഏറെ മാറ്റങ്ങൾ വന്നതുപോലെ. കാരണം എന്താണെന്നും മനസ്സിലായില്ലെങ്കിലും അവന്റെ മനവും അത്രമേൽ ആനന്ദത്തിലാണ്. ബെഡിൽ കിടക്കുന്ന ആദിയുടെ കയ്യിൽ പിടിച്ച് കരഞ്ഞുപോയി അജു. സന്തോഷമാണോ സങ്കടമാണോ തോന്നിയെന്നറിയാത്ത അവസ്ഥ. ആദിക്ക് അവനെ എന്തു പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്നറിയില്ല. കരയല്ലേ എന്ന് പറയാൻ നാവ് ഉയരുന്നില്ല. അപ്പു രുദ്രനും സൂര്യനും നടുവിലായി നിന്നുകൊണ്ട് ആദിയെ നോക്കി. അവൻ അനുഭവിക്കേണ്ടി വന്നതൊക്കെയും ഓർത്ത് സങ്കടം കൊണ്ട് കണ്ണു നിറഞ്ഞെങ്കിലും ജീവനോടെ തിരികെ കിട്ടിയല്ലോ എന്നതിൽ ഈശ്വരനോട് മനസ്സുകൊണ്ട് നന്ദിയും പറയുന്നുണ്ട്. എല്ലാവരും അകത്തേക്ക് വന്നപ്പോൾ സൈഡിലേക്ക് ഒതുങ്ങി മാറിയുന്ന കുഞ്ഞിമോന്റെ കണ്ണുകൾ അപ്പുവിന്റെ കരഞ്ഞു ചുവന്ന മുഖത്ത് തന്നെയായിരുന്നു. ആ കൊച്ചിന് കാണാൻ എന്തൊരു രസമല്ല ചേച്ചി. അരികിൽ നിൽക്കുന്ന ഗൗരിയെ ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി. ഇങ്ങനെ ഒരാൾ അവൾ ശ്രദ്ധിക്കുന്ന ഇപ്പോഴാണ്. ഇത്രയും സമയം ആദിയിലും അജുവിലും നോട്ടുറപ്പിച്ചെന്നുകൊണ്ട് തന്നെ അടുത്ത് നിൽക്കുന്നതിന് അവൾ ശ്രദ്ധിച്ചിരുന്നില്ല. കൂടിപ്പോയാൽ ഒരു 22 വയസ്സുള്ള ഒരു ചെറിയ ചെക്കൻ. ഇതായിരിക്കും ഹോം നേഴ്സ് എന്ന് അവൾ ഊഹിച്ചു. ഒപ്പം അവൻ പറയുന്നത് അപ്പുവിനെ കുറിച്ചാണെന്നറിഞ്ഞതും ഗൗരി അവനെ കൂർപ്പിച്ച് നോക്കി. ഇങ്ങനെ നോക്കൊന്നും വേണ്ട, ഞാനൊരു സത്യം പറഞ്ഞ മാലാകെ പോലുണ്ട്. ചെക്കനൊന്ന് കെറിവിച്ചു. അവനെ ആ നിൽപ്പും ഭാവം സംസാരവും എല്ലാം അവളിൽ ചിരി വളർത്തി. നീ ആ മാലാകയെ മാത്രമേ കണ്ടുള്ളൂ, അതിന്റെ അപ്പുറം ഇപ്പുറം നിൽക്കുന്ന 2 ചെറുത്തമാരെ കണ്ടില്ലേ? ചിരി കടിച്ചു പിടിച്ചുകൊണ്ട് ഗൗരി ചോദിച്ചും കുഞ്ഞുമോനെ നോട്ടവും അവർക്ക് നേരെയായി. അപ്പുവിന്റെ ഇരുവശത്തുമായി നിൽക്കുന്ന രുദ്രനും സൂര്യനും അവനൊന്ന് വിളിച്ചു കാണിച്ചു. ആങ്ങളമാരാണോ? ഒരാള് റൈറ്റിൽ നിൽക്കുന്നു, രുദ്രാൻ ശ്വാസദേവ് അയ്യർ. അപ്പൊ ലെഫ്റ്റ് ഹസ്ബൻഡ് സൂര്യനാരായണൻ. എന്താലേ? അവനൊരു ഇളിയോട് അവളെ നോക്കി. കുറച്ചു നേരം കൂടി ആദിയുടെ അരികിൽ ഇരുന്ന ശേഷം അജു കണ്ണുകൾ അമൃതി തുടച്ചുകൊണ്ട് അവനരികിൽ നിന്ന് എഴുന്നേറ്റു. പിന്നെ നേരെ ചെന്ന് സൂര്യന്റെ അടുത്തേക്കാണ്. അവൻ ഇറുക്കിയൊന്നു പുണർന്നു. സൂര്യൻ ഒരു ചിരിയോട് അവനെ ചേർത്ത് പിടിച്ചു. താങ്ക്സ് ആദി, താങ്ക്സ് ഫോർ എവരിതിങ്. സൂര്യ. പെട്ടെന്ന് അവൻ ആ വിളി തിരുത്തി. നീയും എന്റെ ആദിയ. അജുവിന്റെ മുഖത്ത് സങ്കടം, പരിഭവം. ഇനി അങ്ങനെ വിളിച്ചാൽ കൺഫ്യൂസാ. പേര് മാറിയെന്ന് വെച്ച് ഞാൻ നിന്റെ സുഹൃത്തല്ലാതാവുന്നില്ല അജു. സൂര്യനെ ഓർമ്മപ്പെടുത്തും പോലെ പറഞ്ഞിട്ടും അജുവിന്റെ മുഖം വീർത്ത് തന്നെ നിന്നു. വർഷങ്ങൾ ഇത്രയും കൂടെയുള്ളവനാണ്. അവനറിയാത്ത ഒന്നും തന്റെ ജീവിതത്തിലില്ല. ആർക്കും ആരും പകരമല്ലെന്ന് പറയുന്നത് അത്രയും സത്യമാണ്.